കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ അതൃപ്തിയുമായി ഒരു വിഭാഗം നേതാക്കളും മുസ്ലിം ലീഗും. മുഖ്യമന്ത്രി ആര് എന്നതിനേക്കാൾ ഭൂരിപക്ഷമാണ് പ്രധാനമെന്നായിരുന്നു 24 മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാമിന്റെ പ്രതികരണം. ചർച്ചകൾക്കെതിരെ കോൺഗ്രസ് നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K. മുരളീധരനും ഇന്ന് രംഗത്തെത്തി. മന്നം ജയന്തി ഉദ്ഘാടനത്തിന് ചെന്നിത്തലയെ NSS ക്ഷണിച്ചതോടെയാണ് മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ വീണ്ടും സജീവമായത്. പിന്നാലെ സതീശനെ വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നതോടെ തർക്കം രൂക്ഷമായി. കോൺഗ്രസ് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രസ്താവനകളുമായി കളം നിറഞ്ഞതോടെയാണ് ഘടകകക്ഷികൾ അതൃപ്തി അറിയിച്ചത്. മുഖ്യമന്ത്രി ആരാകണമെന്നതിലുപരി ഭൂരിപക്ഷമാണ് വേണ്ടതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM.A. സലാം. ഞങ്ങൾക്ക് ആര് മുഖ്യമന്ത്രിയാകണം എന്ന ചിന്തക്കപ്പുറത്ത് ഭൂരിപക്ഷം കിട്ടണം എന്ന ചിന്തയിലാണ് ഞങ്ങളുള്ളത്. ആ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളിടത്തെ മുസ്ലിം ലീഗ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. മറ്റു ഘടകകക്ഷികൾക്കും കോൺഗ്രസിനുള്ളിലെ തർക്കത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. അതേസമയം നിലവിലെ ചർച്ചകളിൽ വിയോജിപ്പുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. ആൾബഹളം ഉണ്ടാക്കിയാണോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്? അങ്ങനെ ബഹളം ഉണ്ടാക്കിയല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ സെലക്ട് ചെയ്ത പഴയ കാര്യം എടുത്തു നോക്കൂ. എവിടെയെങ്കിലും ആൾബഹളം ഉണ്ടാക്കിയും നമ്മൾ പൊതുയോഗം നടത്തിയാണോ മുഖ്യമന്ത്രിയെ കണ്ടെത്തിയിട്ടുള്ളത്? അതിൻ്റേതായ പ്രോസസ്സുണ്ട്. ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി നേതാവിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കും, MLA-മാരുടെ അഭിപ്രായം ചോദിച്ചു. അതല്ലാതെ ഇപ്പോഴും ആരും മുഖ്യമന്ത്രിമാരല്ല. ആദ്യം ഭൂരിപക്ഷം കിട്ടണം, രണ്ടാമത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. അപ്പോൾ അതിലൊന്നും ഒരു തർക്കവും പാർട്ടിക്കകത്തില്ല. കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രസ്താവന തുടർന്നാൽ UDF-നെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് അടക്കം ഇടപെടാനുള്ള സാധ്യതകളും ഏറെയാണ്. 24 കോട്ടയം.